പ്രൈസ് ദി ലോർഡ്. സർവാശ്വാസവും നിത്യാശ്വാസവും നൽകുന്നവനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതെ, ആശ്വാസത്തിന് ഉറവിടമാം യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 6, 5, 6 വചനങ്ങൾ നമുക്ക് വായിക്കാം. ഞങ്ങൾ മക്കെദോന്യയിലെത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്തു യുദ്ധം, അകത്ത് ഭയം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഇവിടെ നാം വായിക്കുന്നു, ഏറ്റവും വലിയ അപ്പോസ്തലനായ, അതെ, അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ ഏറ്റവും വിശേഷിക്കപ്പെടുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. അവർ മക്കെദോന്യയിലെത്തിയ ശേഷം ഒന്നാമത് അവരുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല. ശാരീരികമായി പലവിധമായ പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നു. അതുമാത്രമല്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. സകല വിധത്തിലും പലവിധമായ കഷ്ടങ്ങൾ അവർ അനുഭവിച്ചു. എടുത്തു പറയുന്ന 2 കാര്യമുണ്ട്. പുറത്തു യുദ്ധം, അകത്ത് ഭയം. അതെ, ഇന്ന് പകൽക്കാലം വചനം ശ്രവിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും കർത്താവ് സംസാരിക്കുന്നു. പല മേഖലകളിൽ ജീവിതത്തിൻ്റെ സ്തോത്രം, പല മേഖലകളിലും പുറത്ത് യുദ്ധം എന്ന് പറയുമ്പോൾ പുറമേ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മീക, ശാരീരിക, സാമ്പത്തിക, ഭൗതിക മേഖലകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എതിർപ്പുകളും സ്തോത്രം പലവിധമായ പോരായ്മകൾ, അത് പുറത്ത് യുദ്ധത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. എന്നാൽ അകത്ത് ഭയം, മറ്റാർക്കും കാണുവാൻ കഴിയാതെ, മറ്റാർക്കും അറിയുവാൻ കഴിയാത്ത രീതിയിൽ, മറ്റാരോടും ഷെയർ ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ ശരീരത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച്, നാളെ എന്താകും എന്നതിനെക്കുറിച്ച് ഉള്ള ആകുലതയും ഭയങ്ങളും ഹൃദയത്തിനകത്ത്. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. നാം ശാരീരികമായ കഷ്ടങ്ങൾ അനുഭവിച്ചാലും, സകല വിധത്തിലും പ്രയാസങ്ങൾ അനുഭവിച്ചാലും, പുറത്ത് യുദ്ധം, അകത്ത് ഭയമെന്ന രീതിയിൽ നാം ഭാരപ്പെട്ടാലും, എളിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മാനുഷികമായ വടിയും കോലും പലപ്പോഴും ആദ്യം നമുക്ക് ആശ്വാസമെന്ന് തോന്നിയേക്കാം. പക്ഷേ പിന്നത്തേതിൽ വേദനിപ്പിക്കുന്നവയാകുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയ ദൈവമക്കളെ, അമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ മറ്റാരും നമ്മെ ആശ്വസിപ്പിച്ചാലും യഥാർത്ഥമായൊരു ആശ്വാസം നമുക്ക് കണ്ടെത്തുവാൻ കഴിയത്തില്ല. അതെ, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ആ യേശുവിൽ നമുക്ക് വിശ്വസിക്കാം. ഇവിടെ അങ്ങനെ എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അതെ, കർത്താവ് നാം ആഗ്രഹിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന, നാം പ്രതീക്ഷിക്കുന്ന സ്തോത്രം രീതിയിലുള്ളൊരു ദൈവപ്രവൃത്തിയല്ല. അതിലപ്പുറമായി ഒത്തിരി കർത്താവിനെ സ്തുതിക്കത്തക്ക രീതിയിൽ, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ വലിയ ദൈവപ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സർവശക്തനാണ്. ആയതിനാൽ സ്തോത്രം, ജഡത്തിനൊട്ടും സുഖമില്ലാതെ ഭാരപ്പെടുന്നവരാണെങ്കിലും, എല്ലാവിധത്തിലും കഷ്ടമത്രേ എനിക്കുള്ളൂ, എനിക്ക് സന്തോഷിപ്പാൻ എന്താ ഉള്ളത് എന്ന് ഭാരപ്പെടുന്നവരായിരുന്നാലും, പുറത്ത് യുദ്ധം, അകത്തു ഭയം, സ്തോത്രം, മനുഷ്യരെക്കുറിച്ചുള്ള ഭയം,
പിശാചിനെക്കുറിച്ചുള്ള ഭയം, രോഗത്തെക്കുറിച്ചുള്ള ഭയം, അതേ സാമ്പത്തിക മേഖലകളെ, ആ ഞെരുക്കങ്ങളെക്കുറിച്ചുള്ള ഭയം, ഏതുവിധമായ ഭയത്തിലിരിക്കുന്നവരായിരുന്നാലും ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവകാര്യങ്ങളിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പലരും നമ്മെ മറന്നു കളഞ്ഞേക്കാം. ഞാൻ നമ്മെ ഓർക്കുന്ന, നമ്മെ ഇന്നും നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ആ ദൈവപ്രവൃത്തിക്കായി ദൈവസന്നിധിയിൽ കാത്തിരിക്കാമോ? തളർന്നു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട. ഇപ്പോൾ തന്നെ സർവാശ്വാസം നൽകുന്ന ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ച് സമാധാനം നൽകി നമ്മെ ഓരോരുത്തരെയും ജയത്തോടെ നടത്തുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകിയാൽ നന്ദി അപ്പ. കർത്താവെ, പലവിധമായ രോഗത്തോടും ഭാരത്തോടും ഭയത്തോടും കർത്താവെ എല്ലാം പ്രതികൂലമായി, അമ്മനെല്ലാം അസാധ്യമായും അമ്മൻ പ്രതീക്ഷയ്ക്കൊരു വകയുമില്ല എന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ഇപ്പോൾ തന്നെ എളിയവരെ ആശ്വസിപ്പിക്കുന്ന, അങ്ങ് ആശ്വസിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ലോകം നൽകാത്ത ആശ്വാസം, സമാധാനം അങ്ങ് നൽകിയതിനായി സ്തോത്രം. വചനം പ്രമാണിച്ച് ആ നിത്യാശ്വാസത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.